എത്ര മാനിഫെസ്റ്റ് ചെയ്തിട്ടും നടക്കുന്നില്ല. പലരും പറഞ്ഞു വരാം ആദ്യം. ഇപ്പോൾ ഞാൻ തന്നെ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടുതലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്ന കാര്യമാണ്, മാനിഫെസ്റ്റ് ചെയ്ത് നടക്കുന്നില്ല, എത്ര നടക്കുന്നില്ല. ഞാൻ ഡെയിലി ചെയ്യാറുണ്ട്, ഞാൻ എല്ലാവരും പറഞ്ഞ പോലെ ചെയ്യാറുണ്ട്, പക്ഷെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പോവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം നോട്ട്ബുക്ക് എടുക്കുന്നു, നോട്ട്ബുക്കിൽ നമ്മളെ കാര്യം എഴുതി വെക്കുന്നു. ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ മെത്തേഡായിക്കോട്ടെ, സംഭവം ആയിക്കോട്ടെ, ഈ പറഞ്ഞ 3 പ്രാവശ്യം എന്ത് ചെയ്യുന്നു, അടിയിൽ താങ്ക് യു എന്ന് എഴുതുകയാണ്. നമ്മളുടെ ആഗ്രഹം മുകളിൽ എഴുതിയതിന് ശേഷം, അപ്പോൾ ഈ താങ്ക് യു എഴുതുമ്പോഴായിക്കോട്ടെ, മുകളിൽ നമ്മൾ ആഗ്രഹം എഴുതുമ്പോഴായിക്കോട്ടെ, ഒരിക്കലും നമ്മൾ ഫീലിങ്ങോട് എഴുതുന്നില്ല, വെറുതെ എഴുതി പോവാണ്. നടക്കട്ടെ എന്നുള്ള ഒരു മൈൻഡിൽ ചെയ്യാണ്. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ആദ്യം വേണ്ട വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസമാണ് എല്ലാം എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, വിശ്വാസം തന്നെയാണ് എല്ലാം, അത് മനസ്സിലാക്കാം. ഓക്കെ, അതായത് നമ്മൾ ഫോക്കസ് കൂടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷണൽ ടൈമിൽ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുക നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിഷ്വലൈസിൽ അപ്ലൈ ചെയ്യാം. വിഷ്വലൈസ് ചെയ്യുമ്പോൾ നടക്കാനായിട്ട് ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് നടക്കാനായിട്ട് മാക്സിമം ഫീൽ ചെയ്യാം. അതായത് ഒരു മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യാം. നമ്മൾ ഇതിൽ ആഹ്ലാദിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിൽ ഫീൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ലഭിക്കും. അത് എൻ്റെ വാക്കാണ്, ഉറപ്പാണ്, എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ഒന്നും ചെയ്ത് നോക്കാം. നമ്മൾ മൈൻഡ് കാം ആക്കുക ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെന്ത് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അത് 5-10 മിനിറ്റ് തന്നെ ചെയ്യണം. 5-10 ഇടയിലോ അല്ലെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റോ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കാം. ഡീപ്പ് ബ്രീത്ത് എടുക്കുക, വിടാം. ഓക്കെ, മൂക്കിലൂടെ എടുക്കുക, ഇതെന്ത് ചെയ്യുക, നമ്മൾ വായിലൂടെ വിടാം. എന്ന രീതിയിൽ നമ്മളൊരു 20 തവണയോ അല്ലെങ്കിൽ എത്ര വേണമെങ്കിൽ ചെയ്യാനോ പറ്റുമോ അത്ര വേണം ചെയ്തിട്ട് മൈൻഡ് കാം ആക്കി ചെയ്യാൻ ശ്രമിക്കാം വിഷ്വലൈസ് ചെയ്യുമ്പോൾ. അതുപോലത്തെ വിഷ്വലൈസിങ് അല്ല, നമ്മൾ നോട്ട്ബുക്കിൽ മാജിക് ബുക്കിൽ മെത്തേഡാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഫീലോട് കൂടി ചെയ്താൽ മതി. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ ഒരു ഫീല് കൊണ്ടുവരാം. അല്ല, നമ്മൾ എഴുതുന്നതിന് മുമ്പ് ആ ഒരു ഫീല് കൊണ്ടുവന്നാൽ നമുക്കത് ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, അതെൻ്റെ ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു.